നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. വാർക്കോഴക്കേസിൽ മറ്റ് മന്ത്രിമാർക്കെതിരെ കേസെടുക്കേണ്ടതില്ലെന്ന വിജിലൻസ് തീരുമാനത്തെ തുടർന്ന് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ വിമർശനവുമായി കെ.എം. മാണി രംഗത്തെത്തി. തനിക്കെതിരെ മാത്രം കേസെടുത്തത് ഇരട്ട നീതിയെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. വിജിലൻസ് തീരുമാനത്തോടെ വാർക്കോഴക്കേസിലെ ഗൂഢാലോചനയുടെ ചുരുളഴിയുന്നുവെന്നും മാണി പറഞ്ഞു. ധാർമ്മികമായും നിയമപരമായും തൻ്റെ പേരിൽ കേസെടുക്കേണ്ടതില്ലായിരുന്നുവെന്നും കെ.എം. മാണി പ്രതികരിച്ചു. ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കെ ബാബു, രമേശ് ചെന്നിത്തല, വി.എസ്. ശിവകുമാർ എന്നിവർക്കെതിരെ കേസെടുക്കേണ്ടെന്ന വിജിലൻസ് നിലപാട് പുറത്തു വന്നതോടെയാണ് കടുത്ത പ്രതികരണവുമായി കെ.എം. മാണിയും കേരള കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയത്. ഇപ്പോൾ കേസെടുക്കേണ്ടെന്ന് തീരുമാനിച്ച വിജിലൻസ് തനിക്കെതിരെ ആരോപണം വന്നപ്പോൾ കേസെടുത്തത് എങ്ങനെയാണെന്ന് കെ.എം. മാണി ചോദിച്ചു. നിയമപരമായിട്ടാകട്ടെ ധാർമ്മികമായിട്ടാകട്ടെ എൻ്റെ പേരിലൊരു കേസെടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അതിൽ ഞാൻ നിരപരാധിയാണ്. എൻ്റെ കൈകൾ ശുദ്ധമാണ്. ഇത് ഇരട്ടത്താപ്പാണ്. കെ.എം. മാണി തുറന്നടിച്ചു. കാരണം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ബഹുജനങ്ങൾക്കും അങ്ങനെ ഒരു അഭിപ്രായത്തിൻ്റെ ഭാഗമാണല്ലോ നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല. എനിക്കെതിരെയുള്ള എന്നോടുള്ള സമീപനം ജനങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിജിലൻസിന്റെ പുതിയ നിലപാടോടെ ബാർക്കോഴ കേസിലെ ഗൂഢാലോചനയുടെ ചുരുളഴിയുകയാണെന്നും കെ.എം. മാണി പറഞ്ഞു. സുപ്രീം കോടതി പ്രഖ്യാപിച്ച ലളിതകുമാരി കേസിലെ വിധി കെ.എം. മാണിക്ക് മാത്രം ബാധകമാകുന്നത് എങ്ങനെയെന്ന് കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആന്റണി രാജു ചോദിച്ചു. കെ.എം. മാണിക്ക് ഒരു നിയമം, മറ്റുള്ളവർക്ക് മറ്റൊരു നിയമം. ഇതാണ് അവസ്ഥ. ഇവിടെ നേരിട്ട് പണം കൊടുത്തു വരെ ചില ആളുകൾ ഇപ്പോൾ വെളിപ്പെടുത്തിയല്ലോ. ഇപ്പോഴും കെ.എം. മാണിക്ക് നേരിട്ട് പണം കൊടുത്തു ഒരാൾ പോലും സാക്ഷി പറയാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ മാത്രമല്ല, കോടതിയുടെ മുമ്പിൽ പോയിട്ടില്ല, വിജിലൻസിന് മുമ്പിൽ പോയിട്ടില്ല. അതേസമയം നേരിട്ട് പണം കൊടുത്തു ചില ആളുകളോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിനെതിരെ കേസെടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് കെ.എം. മാണിക്ക് ഒരു നീതിയും മറ്റുള്ളവർക്ക് ഒരു നീതിയും. ഇരട്ടത്താപ്പ് ശരിയല്ല. വിജിലൻസിന്റെ പുതിയ നീക്കത്തെ ഉപയോഗിച്ച് സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പരമാവധി സമ്മർദ്ദത്തിലാക്കാനാണ് കേരള കോൺഗ്രസ് എം നീക്കം നടത്തുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. കേരള കോൺഗ്രസ് ബി ചെയർമാൻ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, കോൺഗ്രസ് വക്താവ് ശ്രീ ജോസഫ് വാഴക്കൻ എം.എൽ.എ, CPIM നേതാവ് ശ്രീ എ. പ്രദീപ് കുമാർ എം.എൽ.എ, ശ്രീ ജോസഫ് എം. പുതുശ്ശേരി, രാഷ്ട്രീയ നിരീക്ഷകൻ എ. സജീവൻ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, UDF സർക്കാർ അതിലെ കക്ഷി നേതാക്കൾക്കും മന്ത്രിമാർക്കും എതിരെ രണ്ട് നീതി നടപ്പാക്കുന്നുണ്ടോ? അതാണ് കെ.എം. മാണിയുടെ ആരോപണം, അവരുടെ പാർട്ടിയുടെ ആരോപണം. രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയ ആ കിങ് പിൻ അത് രമേശ് ചെന്നിത്തലയാണോ? എന്തായാലും മാണി സാർ അതൊന്നും പറഞ്ഞിട്ടില്ല. മാണി സാർ ഇന്നലെ ഒരു ടെലിവിഷൻ ടോക്ക് ഷോയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ വിജിലൻസുമായി ബന്ധപ്പെട്ട ഇന്ന് VSൻ്റെ കത്തിന് വിജിലൻസ് കൊടുത്ത മറുപടിയുടെ ഭാഗമായിട്ടല്ല അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. VS നിയമസഭയിൽ അന്ന് ഒരു അശരീരി പോലെ അന്ന് ഒരു ചാനലിൽ, നിങ്ങളുടെ ചാനലിലൂടെ വന്ന ഒരു ടേപ്പ്, ഒരു CD, ആ CDക്കകത്ത് ആര്, എന്ത്, എങ്ങനെ എന്നൊരു വ്യക്തതയില്ലായിരുന്നു. ആ CDയുടെ വിശദാംശങ്ങളൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വേറൊരു വാക്കും പറഞ്ഞിട്ടില്ല അന്ന് ശ്രീ VS അച്യുതാനന്ദൻ. അത് 2 ആഴ്ച മുമ്പ് കൊടുത്തിട്ടുള്ള ഒരു കത്താണ്. ആ CD പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ഒന്നും വ്യക്തമല്ല എന്ന് ഇന്ന് വിജിലൻസ് അതിന് മറുപടി കൊടുത്തു. അതല്ലാതെ ഇന്നലെ ശ്രീ 164 അനുസരിച്ച് ശ്രീ ബിജു രമേശ് കൊടുത്തിരിക്കുന്ന മൊഴി കോടതിയിൽ കൊടുത്തതാണ്. കോടതിയിൽ കൊടുത്ത കാര്യം എന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തെന്തോ പറഞ്ഞു എന്നുള്ളതാണ് സത്യം. കോടതിയിൽ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും കോടതി അത് പരിശോധിക്കുകയും അതിനകത്ത് കേസെടുക്കേണ്ട ഭാഗങ്ങളുണ്ടായെങ്കിൽ കേസെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്യും. വിജിലൻസ് അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. അത് രണ്ടാമതൊരു കാര്യമാണ്. പിന്നെ അത് കേട്ടപാടെ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചുകൊണ്ട് വെറുതെ അനാവശ്യമായൊരു വിവാദം ഉണ്ടാക്കിയതാണ്. ശ്രീ ആന്റണി രാജു, കേട്ട പാതി കേൾക്കാത്ത പാതി, ഒരു പത്രസമ്മേളനം എന്ന് നടത്തി. പിന്നെ ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം എന്നും അദ്ദേഹം ഒരു കോൺഗ്രസ് വിരുദ്ധര കാണിക്കുന്ന ശ്രീ ജോസഫ് വാഴക്കൻ അങ്ങനെയല്ല. ശ്രീ ജോസഫ് വാഴക്കൻ, ഇതിൽ FIR എടുക്കേണ്ടതുണ്ടായിരുന്നില്ല, ഇതിൽ നിയമപരമായും ധാർമ്മികമായും അതിനുള്ള ഒരു കേസല്ല എന്ന് കെ.എം. മാണി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കെ.എം. മാണി ഇന്ന് വൈകുന്നേരം മാധ്യമങ്ങളോട് ഇത് സംബന്ധിച്ച് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഒരു ഭാഗത്ത്. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവ് റിപ്പോർട്ടർ TV പുറത്തുവിട്ട ബിജു രമേശ് ബാർ ഹോട്ടൽ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് 3 മന്ത്രിമാർക്ക് പണം നൽകി എന്ന ആ ശബ്ദരേഖ,
അത് VS അച്യുതാനന്ദൻ ഒരു പരാതിയായി എഴുതി നൽകിയപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തി അതിൽ സത്യമുണ്ടോ, അതിൽ ശരിയുണ്ടോ, അതിൽ കേസെടുക്കേണ്ടതാണോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത അത് വിജിലൻസിനില്ലേ? VS അച്യുതാനന്ദൻ്റെ മൊഴിയെടുക്കുക, ബിജു രമേശിൻ്റെ മൊഴിയെടുക്കുക, അതിൽ സംഭാഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റുള്ളവരുടെ മൊഴിയെടുക്കുക. അതിന് ശേഷമല്ലേ ആ പ്രാഥമിക അന്വേഷണത്തിൽ അല്ലെങ്കിൽ ക്വിക്ക് വെരിഫിക്കേഷനിൽ അങ്ങനെ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാതിരിക്കാം. മറിച്ച് വളരെ തിടുക്കത്തിൽ ഇതിലൊന്നുമില്ല, ഈ ശബ്ദരേഖ അസ്പഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കാനാകില്ല എന്ന രീതിയിൽ തിടുക്കം കൂട്ടി അത് എഴുതിത്തള്ളിയതിന് പിന്നിൽ എന്തോ ഒളിച്ചു വെക്കാനുണ്ട് എന്നതുകൊണ്ടല്ലേ? ഇത് തിടുക്കമൊന്നും കൂട്ടിയിട്ടില്ല. ഇത് തന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളതാണ് ഈ കത്ത്. ആ കത്തിനകത്ത് തന്നിരിക്കുന്ന ഈ പറയുന്ന CD-യിൽ അത് ബിജു രമേശ് വന്നതിനെ പറഞ്ഞിട്ടില്ല. അത് ആരോടാ, അതായത് ചില മുക്കലും മൂളലുകളും മാത്രമാണ് അതിനകത്തുള്ളത്. ബിജു രമേശ് എന്തോ ഉണ്ട് ചില അല്ലല്ല ശ്രീ ജോസഫ് വാഴക്കൻ, അങ്ങനെ മുക്കലും മൂളലും, അങ്ങനെ ബിജു രമേശിന്റെ മുക്കലും മൂളലും നിങ്ങൾക്ക് ഒരു തെളിവായി സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് മുതലാണ്. ഈ ബിജു രമേശിന്റെ റിപ്പോർട്ടർ TV പുറത്തുവിട്ട ആ സംഭാഷണത്തിൽ മുക്കലും മൂളലുമാണെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ ഇന്നലെ കെ ബാബു ആ സംഭാഷണത്തിൽ കോഴ വാങ്ങി എന്ന് ഉള്ള ആ സംഭാഷണത്തിൽ VS അച്യുതാനന്ദൻ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെടുന്ന ആ സംഭാഷണത്തിൽ ആരോപണ വിധേയനായ കെ ബാബു എന്ന മന്ത്രി ഇന്നലെ ബിജു രമേശിൻ്റെ തന്നെ വേറൊരു ടേപ്പുമായി വന്നുകൊണ്ടാണല്ലോ വാർത്താ സമ്മേളനം നടത്തി ഇടതുപക്ഷവുമായി ചേർന്ന് UDF സർക്കാരിനെ അട്ടിമറിക്കാൻ ബിജു രമേശ് ശ്രമിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ശബ്ദരേഖ ഇതുപോലെ തന്നെയാണ് ആ ശബ്ദരേഖയും. ആ ശബ്ദരേഖ നിങ്ങൾ വിശ്വാസത്തിലെടുക്കാം. ആർക്ക് വിശ്വാസത്തിലെടുക്കാം? കെ ബാബുവിന് വിശ്വാസത്തിലെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ പാടില്ല, പെട്ടെന്ന് എഴുതി തള്ളണം. എന്താണ് അതിൻ്റെ യുക്തി, ന്യായം? ഇവിടെ ഞങ്ങളുടെ യുക്തി ന്യായമൊന്നുമല്ല പറഞ്ഞത്. ആ വിജിലൻസുകാർ അത് പരിശോധിച്ചപ്പോൾ അവർക്കതിൽ വ്യക്തത തോന്നാത്തത് കൊണ്ടും അതിന് ഉത്തരവാദി ഇല്ലാത്തത് കൊണ്ടും അതിന് ആരും ഒതൻറ്റിസിറ്റി ഇല്ലാത്തത് കൊണ്ടും അവർ പറഞ്ഞു ഇതിന്മേലൊരു അന്വേഷണം നടക്കുക അസാധ്യമാണെന്ന് അവർ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾക്കെന്ത് കാര്യം ഇതിനകത്ത്? ഇത് അങ്ങനെയാണെങ്കിൽ KM മാണിക്കെതിരെ ആദ്യം ക്വിക്ക് വെരിഫിക്കേഷൻ, അതിനുശേഷം KM മാണിക്കെതിരെ FIR, ഇത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ വളരെ നീണ്ട ഒരു പ്രസംഗം നടത്തിയിരുന്നു. ലളിതകുമാരി വേഴ്സസ് UP സർക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു പരാതി വന്നാൽ കേസെടുക്കണം, അതിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണം. അങ്ങനെയാണെങ്കിൽ KM മാണിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയപ്പോഴും FIR ഇട്ടപ്പോഴും നിങ്ങളുടെ 3 മന്ത്രിമാർക്കെതിരെ അസ്പഷ്ടവും അവ്യക്തവുമാണെങ്കിൽ അതിൽ വ്യക്തതയുണ്ടായതുകൊണ്ടാണോ നിങ്ങളത് ചെയ്തത്? ഞാൻ പ്രകാശിനോട് ഒരിക്കൽ കൂടി പറയുന്നു, 2 ആഴ്ച മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തിൽ പിന്നെ വ്യക്തതയില്ല. ഇന്നലെ 164 അനുസരിച്ച് അദ്ദേഹം കൊടുത്തിരിക്കുന്ന മൊഴിയിലുണ്ട് എങ്കിൽ ആ വാദം അംഗീകരിച്ചു ശ്രീ ജോസഫ് വാഴക്കൻ. വ്യക്തതയില്ല. KM മാണിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയപ്പോഴും KM മാണിക്കെതിരെ FIR ഇട്ടപ്പോഴും അപ്പോൾ വ്യക്തതയുണ്ടായിരുന്നു. അങ്ങനെയാണോ? അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഇത് പിന്നെ വിജിലൻസിനെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഏറ്റവും പിന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് വിജിലൻസിൻ്റെ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ളത്. അവർ കൃത്യമായ വിജിലൻസ് മാനുവൽ അനുസരിച്ച് നിയമാനുസൃതമായി കേന്ദ്ര സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ടാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനകത്ത് ഗവൺമെന്റിനോ പാർട്ടികൾക്കോ ഒന്നും ഒരു കാര്യവുമില്ല. വളരെ ശരി, വളരെ ശരി, താങ്കൾ പറഞ്ഞു വളരെ ശരി. അതായത് കെ ബാബു, രമേശ് ചെന്നിത്തല, VS ശിവകുമാർ, ഈ 3 പേർക്കുമെതിരെ VS അച്യുതാനന്ദൻ എഴുതി നൽകിയ പരാതി സുപ്രീം കോടതിയുടെ മുൻ വിധിന്യായങ്ങളും നിയമങ്ങളും എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ വിജിലൻസിന് അതിൽ കേസെടുക്കേണ്ടതോ പ്രാഥമിക അന്വേഷണം നടത്തണമോ ആണെന്ന് തോന്നിയില്ല, അതുകൊണ്ട് ഒഴിവാക്കി. അതുപോലെ തന്നെ KM മാണിക്കെതിരെ ഇതെടുത്തത് അത് ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്.
തുടക്കം മുതൽ പറയുന്ന ആ കാര്യമുണ്ടല്ലോ, ഇത് കെട്ടിച്ചമച്ച കേസാണ്, ഇത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ പ്രത്യുൽപ്പന്നമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് അന്വേഷണമൊക്കെ വന്ന ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ പറഞ്ഞല്ലോ, അന്വേഷണത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല, ആരന്വേഷിച്ചാലും എങ്ങനെ അന്വേഷിച്ചാലും ഇത് സ്ഥിരീകരിക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിലാണ്. പക്ഷെങ്കിൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, വിജിലൻസ് സംഘം ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി അതിന്റെ പുരോഗതി ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് സുനിൽകുമാറിന്റെ കേസ് കേരള ഹൈക്കോടതി പരിഗണിക്കുന്നത്. ആ സുനിൽകുമാർ MLA കേസ് പരിഗണിച്ച ഹൈക്കോടതി വിജിലൻസിനോട് അന്വേഷണ പുരോഗതി അറിയിക്കാൻ പറഞ്ഞു. അവര് ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ 18 പേരുടെ മൊഴിയെടുത്തതിന് ശേഷം ആ വിശദാംശങ്ങൾ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 18 പേരിൽ പരാതിക്കാരനായ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ആരോപണം ഉന്നയിച്ച ബിജു രമേശ് അടക്കമുള്ള ആളുകളുടെ മൊഴിയെടുത്തിട്ടുണ്ട്. ഈ 18 പേരുടെയും മൊഴിയെടുത്തതിന് ശേഷം ഇത് ഹിയർസേ ആണ്, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്, തെളിവുകളൊന്നുമില്ല എന്ന് വ്യക്തമായി വിജിലൻസ് സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ FIR എടുത്ത് ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അതാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമപരമായും ധാർമ്മികമായും FIR കേസെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമായിരിക്കുന്ന അതാണ്. നിശ്ചയമായും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അഭിപ്രായം അതുതന്നെയാണ്. ഈ കേസ് സംബന്ധിച്ച് ഇപ്പോ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനമില്ല. കാരണം ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ആ രാഷ്ട്രീയ ഗവൺമെന്റിനെ ശ്രീ ജോസഫും പുതുശ്ശേരി KM മാണി അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കേസെടുത്തിരിക്കുന്നത് ഇടതുപക്ഷമല്ലല്ലോ. മാത്രമല്ല, നിങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ ആന്റണി രാജു വാർത്താ സമ്മേളനം നടത്തി ഇത് അനീതിയാണ്, ഇത് ഇരട്ടത്താപ്പാണ്, ഇത് നീതി നിഷേധമാണ്, വിജിലൻസ് പക്ഷപാതപരമായി പെരുമാറിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുന്നു ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച്. അപ്പോൾ ആന്റണി രാജു പറയുന്നു ഇതിനെക്കുറിച്ച് ലളിതകുമാരി വേഴ്സസ് UP കേസിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് വേണമെന്ന് പറഞ്ഞവർ സ്വന്തം കാര്യത്തിൽ അത് സ്വീകരിക്കുന്നില്ലല്ലോ, ഇത് ഇരട്ടത്താപ്പാണല്ലോ എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഈ ഇരട്ടത്താപ്പ്? അല്ല, സ്വാഭാവികമായി അങ്ങനെ ഇരട്ടത്താപ്പല്ല ആണല്ലോ എന്നൊരു സംശയം ഉണ്ടായാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് മാത്രമേ അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആദ്യവും അവസാനവും ഞാൻ ആവർത്തിക്കുന്നു, ഇത് ഇരട്ടത്താപ്പുണ്ട് എന്ന അഭിപ്രായം, ഇതിൽ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനീതി ഉണ്ടായി എന്ന അഭിപ്രായം, അല്ലെങ്കിൽ ആന്റണി രാജു ചൂണ്ടിക്കാണിച്ചതുപോലെ ആ സമയത്ത് ആഭ്യന്തരമന്ത്രി നടത്തിയ അതേ വ്യക്തത സ്വന്തം കാര്യത്തിൽ എടുത്തില്ല. ലളിതകുമാരി വേഴ്സസ് UP സർക്കാരിൻ്റെ കേസ് മാണിക്കെതിരെ മാത്രമുള്ളതല്ല, അത് നീതി നടപ്പാക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഒരുപോലെ ബാധകമാണ്. അത് രമേശ് ചെന്നിത്തലയ്ക്കും അത് നിങ്ങളുടെ മറ്റ് K ബാബുവിനും ഒന്നും ബാധകമല്ലാതാക്കുന്നത് ശരിയല്ല എന്ന ഉറച്ച നിലപാട് കേരള കോൺഗ്രസിനുണ്ട്. അല്ല, കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ കേസെടുക്കണമെന്ന് കേരള കോൺഗ്രസിന് അഭിപ്രായമില്ല. അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞങ്ങളുടെ അഭിപ്രായം ഇത് സ്വാഭാവികമായും കെട്ടിച്ചമച്ച ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ബിജു രമേശിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു നാടകമാണിത്. ഇപ്പോഴും ബിജു രമേശ് KM മാണിക്കെതിരെ തെളിവുണ്ടാക്കാൻ വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും, ലേലംവിളി നടത്തിക്കൊണ്ടിരിക്കും. ശ്രീ ജോസഫും പുതുശ്ശേരി, അങ്ങനെയാണെങ്കിൽ FIR ഇട്ടു, ഇനി കുറ്റപത്രം വരുന്നതിന് മുമ്പെങ്കിലും ഇത് ഒഴിവാക്കി കിട്ടണം. ഞങ്ങൾ അങ്ങനെ ഇത് എത്രയോ തവണ പ്രകാശ് ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ആശങ്കയില്ല. ആശങ്കയില്ലാത്തതിന് ഞങ്ങൾക്ക് വ്യക്തമായ കാരണമുണ്ട്. വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണപിള്ള, എങ്ങനെയാണ് ഇപ്പോൾ ഈ കാര്യം UDFൽ വളർന്നു വരുന്നത്? കാരണം ആഭ്യന്തരമന്ത്രിക്കെതിരെ ഒരു ആരോപണം വരുന്നു, എക്സൈസ് മന്ത്രിക്കെതിരെ ആരോപണം വരുന്നു, VS ശിവകുമാറിനെതിരെ ആരോപണം വരുന്നു, VS അച്യുതാനന്ദന് എഴുതി നൽകുന്നു. ഇപ്പോൾ ഇന്ന് KM മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും ഈ സർക്കാരിൽ 2 നയമുണ്ട് എന്ന കാര്യം പരസ്യമായി പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ 2 നയമുണ്ടോ, 2 സമീപനമുണ്ടോ, ഇതിൽ അവ്യക്തതയുണ്ടോ? പ്രകാശ്, ഇതിനകത്ത് ഞാൻ വാദപ്രതിവാദത്തിലൊന്നുമില്ല. കാരണം ഇവരിൽ ചിലരുമായി വാദപ്രതിവാദം ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ വാദപ്രതിവാദത്തിലൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് 2 ഭാഗമായിട്ട് ഇതിന് മറുപടി പറയാനൊക്കത്തുള്ളൂ. ഒന്ന്, KM മാണിക്കെതിരായിട്ടുള്ള കേസിൽ പ്രിലിമിനറി എവിഡൻസ് ഉള്ളത് കൊണ്ട് FIR ഇട്ട്, ലളിതകുമാരിയൊക്കെ കഴിഞ്ഞു, അതിന്റെ സ്റ്റേജ് കഴിഞ്ഞു, FIR ഇട്ട് KM മാണിയെ പ്രതിയാക്കി
ഒരു കേസ് നിലവിലിരിക്കും. അപ്പൊ ആ കേസിന്റെ വിശദവിവരങ്ങളെ കുറിച്ച് പരസ്യമായി പ്രതിപാദിക്കുന്നത് നമുക്ക് നിയമപരമായി ശരിയല്ല. പക്ഷെ മാണി കുറ്റം ചെയ്തുവെന്ന് ആദ്യം ഈ സംസ്ഥാനത്ത് ക്യാബിനറ്റ് യോഗം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം, ക്യാബിനറ്റിലാണ് ഇതിന്റെ പരിപാടി നടന്നത്, ഒരാഴ്ചയ്ക്ക് ശേഷം മന്ത്രിമാര് ചിലർ യൂണിയൻ മന്ത്രിമാര് ചിലർ എന്നോട് പറയുകയും സെപ്റ്റംബർ മാസം 28 ഞാനാണിത് മുഖ്യമന്ത്രി ആദ്യം അറിയിച്ചത്. അപ്പൊ എനിക്കെങ്ങനെ അതിൽ നിന്ന് മാറി പറയാനൊക്കെ ഇനി എവിടെ പോയാലും പറയാൻ ഒക്കില്ല. കെ എം മാണി തെറ്റ് ചെയ്തില്ല എന്ന് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിലോ ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. കെ എം മാണി തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. അതിനേക്കാൾ വലിയ തെറ്റ് നേരിട്ട് ചെയ്തവരുടെ പേരിൽ ബിജു രമേശ് 164 കൊടുത്തത് ഇനി കാത്തിരിക്കണമെന്നാ. പക്ഷെ ആറി കഞ്ഞി വഴങ്ങി. ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ്? അച്യുതാനന്ദന്റെ ഒരു കത്തിന്റെ പേരിൽ കെ എം മാണിയുടെ പേരിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി FIR ഇട്ട് ആ FIR അടിസ്ഥാനത്തിൽ മാണി പ്രതിയായി ഇൻവെസ്റ്റിഗേഷൻ നടക്കുക. ഞങ്ങളൊക്കെ മൊഴി കൊടുക്കാൻ നിർബന്ധിതരായിരിക്കുക. അത് മറ്റൊരു കാര്യം. അങ്ങനെയുള്ള ഒരു കേസിൽ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ മാണി തെറ്റ് ചെയ്തുവെന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ അറിയാവുന്ന ജനങ്ങളൊക്കെ വിശ്വസിക്കുന്നുള്ളതാണ് സത്യം. അത് മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒന്ന്, ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പോയാൽ, രണ്ടാമത്തെ ഭാഗത്തിലാണ് ഇന്ന് ഈ പ്രശ്നം വരുന്നത്. അതിൽ പലരും പറഞ്ഞ കാര്യം ഞാനും ആവർത്തിക്കുകയാണ്. ഈ 3 പേരിലില്ലെങ്കിലും ഇന്നലെ ബിജു രമേശ് നേരിട്ട് പറഞ്ഞ ബാബുവിന്റെ കാര്യത്തിലെങ്കിലും, ബാബു ഈ പരിപാടി തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ബാബു ഇപ്പോഴെങ്കിലും അല്ല, ഞങ്ങൾക്കൊക്കെ അറിയാം. ഇതൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണെന്ന് UDF യോഗത്തിൽ പോലും പറഞ്ഞിട്ടുള്ളതാണ്. ബാബുവിന്റെ കാര്യത്തിൽ പോലും ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ വേണ്ട എന്ന് പറഞ്ഞതിൽ കോൺഗ്രസിന്റെ മന്ത്രിമാരായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ മാണിക്കും ഇന്നലെ പറഞ്ഞ ബാബുവിനുമെതിരായി ഒരു ഇരട്ടത്താപ്പാണ്. മാണി തെറ്റിയില്ലെന്നല്ല, മാണി തെറ്റിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അത് അന്വേഷണം നടക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ. പക്ഷെ ഇവിടെ നടന്നിരിക്കുന്നത് തെറ്റാണ്. അച്യുതാനന്ദന്റെ ഇതിനകത്ത് ഇല്ലെങ്കിലും ഇന്നലെ ഈ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തതെങ്കിലും കോടതിയിൽ നിന്ന് അതിന്റെ കോപ്പി വാങ്ങി ഒന്ന് പരിശോധിക്കാതെ ഇവിടെ ഇപ്പൊ ക്വിക്ക് ആയിട്ടുള്ള ആക്ഷനാണ് നടത്തി. എന്തോ ക്വിക്ക് ആക്ഷൻ, ക്വിക്ക് വെരിഫിക്കേഷൻ ഇല്ല, ക്വിക്ക് ആക്ഷൻ. ഹോം മിനിസ്റ്റർ എനിക്ക് അവരുടെ പേര് വെച്ചിട്ടില്ല, അത് കോടതിയിൽ വന്നാലേ പറയാനൊക്കൂ. രമേശ് ചെന്നിത്തലയുടെയും ശിവകുമാറിന്റെയും പേരൊന്നും എന്റെ കയ്യിലില്ല. ഉണ്ടെന്നിങ്ങനെ പത്രങ്ങൾ എഴുതിയുള്ള അറിവല്ലാതെ പറ്റില്ല. അച്യുതാനന്ദൻ എഴുതിയ കത്തിലുണ്ട്. പക്ഷെ ഇത് പേര് പറഞ്ഞില്ലേ? ബിജു രമേശ് ബാബുവിന്റെ പേര് പറഞ്ഞു. ബാബുവിന്റെ ഇമേജുള്ള ആളാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ബാബുവിന്റെ പേര് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ബാബു കുറ്റക്കാരനല്ല എന്ന് പറയാതെ ലളിതമായ ഈ കേസ് അവിടെ ബാധകമല്ലേ? മാണിക്ക് മാത്രമേ ബാധമുള്ളൂ, അല്ലല്ലോ, വേറെ ആർക്കും ബാധമല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതൊരു ക്വിക്ക് ഡിസിഷൻ ആയിപ്പോയി, ക്വിക്ക് വെരിഫിക്കേഷൻ അല്ല. ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താതെ ക്വിക്ക് ഡിസിഷനിലേക്ക് പോയി. അത് തെറ്റാ. ഒരു രാജ്യത്ത് 2 നീതിയില്ല. മാണിയോട് ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും വ്യക്തമാണ് താങ്കൾ പറയുന്നത്. താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എ പ്രദീപ് കുമാർ MLA, എങ്ങനെയാണ് ഇപ്പോൾ UDF-നകത്ത് രൂപപ്പെട്ടിരിക്കുന്ന ഈ തർക്കത്തെ നിങ്ങൾ കാണുന്നത്? കെ എം മാണി പറയാതെ പറയുന്നത്, ഇപ്പോൾ നമ്മളെല്ലാവരും ഇതിൽ കുറ്റക്കാരാണ്, എനിക്കെതിരെ നിങ്ങൾ അന്വേഷണം നടത്തി, നിങ്ങൾക്കെതിരെ അന്വേഷണം നടത്തിയിട്ടില്ല, പക്ഷേ FIR ഇട്ടു, ഇനി കുറ്റപത്രം വരുമ്പോഴേക്കും നമുക്കെല്ലാവർക്കും ഊരണം, അതുകൊണ്ട് ഇതൊരു ചർച്ചയാക്കി കുറ്റപത്രം വരുത്താതെ നോക്കുക, അല്ലെങ്കിൽ കുറ്റപത്രം വന്നാലും അതിൽ രാജിവെക്കാതിരിക്കാൻ നോക്കുന്ന ഒരു മാണി, അതിലേക്ക് പോലും എത്താതെ രക്ഷപ്പെടാൻ നോക്കുന്ന 3 കോൺഗ്രസ് മന്ത്രിമാർ, എങ്ങനെ കാണുന്നു ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെ? അല്ല, ഇതിനകത്ത് കുറ്റപത്രത്തിൽ KM മാണിയുടെ പേരുണ്ടാവില്ല എന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ ഇപ്പോഴും UDF-ന്റെ ചീഫ് വിപ്പ് പറഞ്ഞത്. ഈ കേസിനകത്തുനിന്ന് അവസാനമായിട്ട് എല്ലാവരും രക്ഷപ്പെടാനുള്ള ശ്രമം അവർ സ്വാഭാവികമായിട്ടും നടത്തും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ, ഇപ്പോൾ ഇന്ന് ആന്റണി രാജു പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യം, KM മാണിക്ക് ഒരു നീതി, മറ്റ് കോൺഗ്രസ് മന്ത്രിമാർക്ക് മറ്റൊരു നീതി. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മുടെ ബിജു രമേശന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് VS നൽകിയ കത്തിനെ ആസ്പദമാക്കിയാണ് വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ എടുത്തത്, ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയത്. തുടർന്ന് പ്രഥമ ദൃഷ്ട്യാ മാണി കുറ്റം ചെയ്തു എന്ന് കണ്ടിട്ട് തന്നെയാണ് FIR ഇട്ടത്. പക്ഷേ അതേ പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ബിജു രമേശ് മറ്റ് മന്ത്രിമാരുടെ പേര് വെളിപ്പെടുത്തുന്നു, കെ ബാബു ഉൾപ്പെടെ.
അത് കെ ബാബുവിൻ്റെ കാര്യം അദ്ദേഹം പരസ്യമായി പറയുന്നു, മറ്റത് ലോകായുക്തയ്ക്ക് മുമ്പിലും വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലും പറയുന്നു. അതേ പ്രോസസ്സ് അനുസരിച്ച് ക്വിക്ക് വെരിഫിക്കേഷന് തയ്യാറാവുന്നില്ല, VS കത്ത് കൊടുക്കുന്നു. പക്ഷേ ക്വിക്ക് വെരിഫിക്കേഷൻ തയ്യാറാകാതെ VS പ്രതിപക്ഷ നേതാവിൻ്റെ കത്ത് ഇവർ തള്ളുന്നു. എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ ഇവിടെ ആരോപണ വിധേയനായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെയും അതുപോലെ കോൺഗ്രസ് മന്ത്രിമാരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി വിജിലൻസ് ഈ അഴിമതി വീരന്മാരായ മന്ത്രിമാരുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന സാഹചര്യം ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ പരസ്പരം പോർവിളികൾ UDF-നകത്ത് ഉയരുമ്പോൾ തന്നെ രണ്ടു കൂട്ടരും ഈ യുദ്ധത്തിലൂടെ ഈ അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടാനാകുമോ എന്നുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ഇപ്പോൾ ഉയർന്നു വന്ന സാഹചര്യം വെച്ച് ഇന്ന് ആന്റണി രാജു പറഞ്ഞതും അതേപോലെ തന്നെ KM മാണി പറഞ്ഞ നിലപാടും വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ KM മാണിക്കും മാണി കേരള കോൺഗ്രസിനും സത്യത്തിൽ ഉളുപ്പുണ്ടെങ്കിൽ ഇന്ന് UDF-ൽ നിന്ന് ഇന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടതാണ്. ഇവിടെ അഴിമതി കേസിൽ എന്തായാലും ഇവർ കുടുങ്ങാൻ പോകുന്നത് തന്നെയാണ്. അഴിമതി ആരോപണ വിധേയനായിട്ട് സമൂഹത്തിൽ നിൽക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാന പ്രശ്നം ഉയർന്നു വരുന്നത് KM മാണി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഇതോടുകൂടെ രാഷ്ട്രീയമായി അസ്തമിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ UDF-ൽ നിന്ന് പുറത്തേക്ക് വന്നുള്ള ഒരു നിലപാടെടുക്കാൻ അദ്ദേഹം തയ്യാറാകേണ്ടി വരും. കാരണം ഇപ്പോൾ വളരെ 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 പ്രകടമായ നിലയിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ ഇന്ന് പറഞ്ഞത് മറ്റു മന്ത്രിമാർക്കെതിരെ തെളിവില്ലെന്ന് വിജിലൻസ് പറയുമ്പോൾ, അതുകൊണ്ടാണ് ക്വിക്ക് വെരിഫിക്കേഷനും FIR-ഉം ഇല്ലാത്തതെന്ന് പറയുമ്പോൾ മാണിക്കെതിരെ തെളിവുണ്ടെന്ന് തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മറുഭാഗം അതുകൂടിയാണല്ലോ. അപ്പോൾ അതെല്ലാം അംഗീകരിച്ച് UDF-നകത്ത് നിൽക്കുക എന്ന് പറയുന്നത് UDF-നെ അതായത് അധികാരത്തോടുള്ള വല്ലാത്ത ഒടുങ്ങാത്ത കൊതി കൊണ്ട് നിൽക്കും എന്നുള്ളതാണ്. പക്ഷേ ആ കൊതി കൊണ്ട് UDF-നകത്ത് തുറന്നു കഴിഞ്ഞാൽ അതോടുകൂടെ മാണിയുടെയും മാണി കേരള കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയമായ അസ്തമനമായിരിക്കും അതിൻ്റെ ഫലം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ ഇപ്പോൾ അവർ ആന്റണി രാജുവൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത് പോലും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി രക്ഷപ്പെടാനാകുമോ എന്നുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ ഈ കാര്യത്തിനകത്ത് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ സമൂഹത്തിലെ സാധാരണ മനുഷ്യർ ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഴിമതിക്കാരെ സംരക്ഷിക്കാനും അഴിമതിയിൽ നിന്ന് ഈ മന്ത്രിമാരെല്ലാം തന്നെ രക്ഷപ്പെടുന്നതിനും വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അഭ്യാസങ്ങൾ, പരിഹാസ്യമായിട്ടുള്ള രീതികൾ, അതിന് വിജിലൻസിനെ പോലും ടൂളാക്കുന്നത്, കേസ് അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ തന്നെ ഇവിടെ വളരെ കൃത്യമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് തുടർന്ന് എങ്ങനെയാണ് ഈ ഗവൺമെൻറ് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നതിനെ ആസ്പദമാക്കിയാണ് ഇനിയുള്ള ശ്രീ A. സജീവൻ, ഇതിനു മുമ്പ് പാമോലിംഗ് കേസിൻ്റെ സമയത്താണ് വിജിലൻസ് വകുപ്പ് ഉമ്മൻചാണ്ടി തിരുവഞ്ചൂരിന് കൈമാറിയത്. ഇതിൽ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, KM മാണിയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ VS ശിവകുമാർ, അതുപോലെ K. ബാബു, അതിൽ ബാബുവിനെതിരെ പ്രകടമായി അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ നടത്തുന്ന അഴിമതിയാണ്. KPCC പ്രസിഡൻ്റായിരുന്ന സമയത്താണ് രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ടുള്ള ഈ ആരോപണം, അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്ന സമയത്ത് നടക്കുന്നതാണ്. ഇതെങ്ങനെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും UDF രാഷ്ട്രീയത്തിലും വരും ദിവസങ്ങളിൽ വികസിക്കുക? അതിൻ്റെ രാഷ്ട്രീയം ഏത് രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയാണ് താങ്കൾ കാണുന്നത്? ഇതിലൊരു വലിയ പ്രശ്നമുള്ളത്, നേരത്തെ പ്രദീപ് പറഞ്ഞ പോലെ എങ്ങനെയാണ് സ്വന്തം തടി രക്ഷപ്പെടുത്തേണ്ടതെന്നുള്ളതാണ് എല്ലാ ആളുകളുടെയും താല്പര്യം. ഇവിടെ രമേശ് ചെന്നിത്തലയുടെ താല്പര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ നേരത്തെ അദ്ദേഹം എടുത്ത നിലപാടെടുക്കില്ല. കാരണം അദ്ദേഹത്തിന് തടി രക്ഷപ്പെടുത്തണം. മുഖ്യമന്ത്രിക്കാണെങ്കിൽ മൊത്തമായിട്ട് ഈ മന്ത്രിസഭ തകർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലത്ത് നേരത്തെ ആരോ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകാവുന്ന ഒരവസ്ഥയാണ്. കാരണം അദ്ദേഹത്തിന് പിന്നാലെ കുറേ കേസുകൾ അല്ലാതെ തന്നെയുണ്ട്, കേസുകളെന്നല്ല ആരോപണങ്ങളുണ്ട്. അപ്പോൾ ആ ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഒരു ചീത്ത പേരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥ വരും. KM മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രതിസന്ധിയുണ്ട്, അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനത്തിൻ്റെ പ്രതിസന്ധിയുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനെ രാഷ്ട്രീയത്തിൽ നിലനിർത്തേണ്ട പ്രശ്നമുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എല്ലാ ആളുകൾക്കും അവനവൻ്റെ ദേഹം രക്ഷപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇതങ്ങനെയൊക്കെ ഇങ്ങനെ കുറച്ചു കാലത്ത് വിവാദമായി നിൽക്കുമ്പോഴും അതിന് ഒരു പരിഹാരമില്ലാതെ പോയാലും തിരക്കേടില്ല. നെഗറ്റീവായിട്ടൊരു പരിഹാരത്തിലേക്ക് ഒരിക്കൽ പോലും പോകാൻ ഇവരാരും ആഗ്രഹിക്കില്ല. കാരണം ഇവിടെ ഓരോ ആൾക്കെതിരെയും
പ്രശ്നങ്ങളാണ്. കെ എം മാണിക്ക് ഇപ്പോൾ എന്തുകൊണ്ടാണ് കെ എം മാണിയും ആന്റണി രാജുവാണ് കുറച്ച് കടുത്ത രൂപത്തിൽ പറഞ്ഞത്. ഇവിടെ പുതുശ്ശേരിയോട് സംസാരിച്ചു. അവരൊക്കെ എന്തുകൊണ്ട് കെ എം മാണിക്കെതിരെ ഇങ്ങനെ ഒരു പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് കണ്ടെത്തിയിട്ട് ഒരേ പ്രൊസീജിയർ, ഒരേ തുല്യനീതിയാണല്ലോ ഇവിടെ നടപ്പാക്കേണ്ടത്. ആ ഒരു രീതി അനുസരിച്ച് കെ എം മാണിക്കെതിരെ കേസെടുത്തുവെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ള ബാബു ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ, ബാക്കി കോൺഗ്രസ് മന്ത്രിമാർക്ക് 3 പേർക്കുമെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് ഇവരാരും ചോദിക്കുന്നില്ല. ശരിക്കും ചോദിക്കേണ്ട ചോദ്യമാണത്. കാരണം ഞങ്ങൾക്കെതിരെ ഇതേ വകുപ്പ് പ്രകാരം നടപടിയെടുത്തു. ഒരു ആരോപണം ഉണ്ടാവുന്നു, ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടൊരു അന്വേഷണം നടക്കുന്നു. അത് തീർച്ചയായിട്ടും വേണ്ട. കാരണം വിജിലൻസിന് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ പോലീസിന് കിട്ടുന്ന പോലെ അല്ല. പൊതുപ്രവർത്തകർക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഒറ്റയടിക്ക് കേസെടുക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ വിധി. അതിനനുസരിച്ച് അവരെ രക്ഷപ്പെടുത്തുക, അവർക്കെതിരെ ഉണ്ടാവുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ കുറ്റക്കാരാക്കി FIR ഇടുന്നതിന് പകരം അത് ശരിയാണോ എന്ന് പ്രാഥമികമായിട്ട് അന്വേഷിക്കുക. ആ അന്വേഷിക്കുന്നതിന് വേണ്ട ഒരു അവസരം കൊടുത്തിട്ട് അത് ശരിയാണെങ്കിൽ മാത്രം കേസെടുക്കുക എന്നുള്ളതാണ്. അത് കെ എം മാണിയുടെ കാര്യത്തിൽ നടപ്പാക്കി. അതിന് ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന പേര് പറഞ്ഞിട്ട് അത് നടപ്പാക്കി. അതേ ന്യായം തന്നെ, അതേ തുല്യനീതി തന്നെ മറ്റുള്ള ആളുകളുടെയിലും വേണം. അതുണ്ട്. അത് നടത്തിയിട്ട് ഇപ്പോൾ പറയുന്ന ബാബു ഉൾപ്പെടെയുള്ള 3 മന്ത്രിമാർക്ക്, രമേശ് ഉൾപ്പെടെയുള്ള ഈ 3 മന്ത്രിമാർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയിട്ട് ഇതെല്ലാം കളവാണ് എന്ന് സ്ഥാപിച്ചെടുത്തിരുന്നെങ്കിൽ ഈ ഒരു തർക്കത്തിനും വിവാദത്തിനും വാദത്തിനൊന്നും പ്രശ്നമില്ല. പക്ഷേ അത് പൂർണ്ണമായും ഇതിനെ ഒറ്റയടിക്ക് ഒഴിവാക്കി. കാരണം രമേശ് ചെന്നിത്തല മന്ത്രി വിജിലൻസിൻ്റെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കെ ഇപ്പോഴിങ്ങനൊരു പ്രശ്നം വന്നാൽ അദ്ദേഹം നേരത്തെ ഉമ്മൻചാണ്ടി ഒഴിഞ്ഞ പോലെ ഇത് ഒഴിയേണ്ടി വരും. ആ ഒഴിയുന്നൊരു പ്രശ്നം പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും സംഘർഷങ്ങളുണ്ടാക്കും, അല്ല തർക്കങ്ങളുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും. ആ പ്രശ്നം ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ കെ എം മാണിക്ക് ഇതിൽ നിന്ന് തലയൂരാൻ കിട്ടിയ ഏറ്റവും നല്ല ഒരവസരമാണ്. നേരത്തെ ജോർജ് ഉറപ്പ് കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ, ജോർജ് പ്രഖ്യാപിച്ച പോലെ, ഇങ്ങനെ ഉമ്മൻചാണ്ടി ഉറപ്പ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അതിനേക്കാൾ കൃത്യമായ ഉറപ്പ്. കാരണം ഇനി ഞങ്ങളിതാ ഈ കേസെങ്കിലും ഒഴിവാക്കി തരാം എന്ന കഠിനമായൊരു ഉറപ്പ് കിട്ടാൻ ആണ് കെ എം മാണി ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, മുന്നണിയിൽ ഇത് കുറച്ച് നാളത്തെ ചർച്ചയാവുമെന്നല്ലാതെ ഇതൊരു പ്രശ്നമാക്കിയെടുക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കോ കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കോ ഒരു താല്പര്യവും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. വ്യക്തമാണ്. ശ്രീ എ സജീവൻ. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഉയരുന്ന ആരോപണം, അല്ലെങ്കിൽ ബാബുവിനെതിരെ ഉയരുന്ന ആരോപണം, ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്ന് ഇവർ കൂടി കൈക്കൂലി മേടിച്ചു എന്ന് പറയുകയും ആ ആരോപണത്തിന് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളുകയും ചെയ്യുന്ന ഒന്നല്ലല്ലോ. മറിച്ച് ബാർ കോഴയുമായി ബന്ധപ്പെട്ട, ബാർ ഉടമകളുടെ പണസമാഹരണവുമായി ബന്ധപ്പെട്ട, അത് പലർക്കും നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു കേസാണല്ലോ. ആ കേസിൽ കെ എം മാണിക്കെതിരെ അന്വേഷണമുണ്ട്. ഇപ്പോൾ താങ്കൾ അടുത്ത ദിവസം അതിൽ മൊഴി കൊടുത്തേക്കാം. അങ്ങനെ വരുമ്പോൾ ഇത് ഇപ്പോൾ എ സജീവൻ ഉൾപ്പെടെയുള്ളവർ ഒരു രാഷ്ട്രീയമായി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഒത്തുതീർന്നു പോകാൻ കഴിയുമോ? ഇതിപ്പോൾ നിയമപരമായ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങില്ലേ? നിങ്ങൾക്ക് ഇവരിൽ പലരെ ആളുകളെ അറിയില്ല. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരാണ്. ഇനി 1 കൊല്ലം കൂടി ഇരുന്ന് ചെയ്യാവുന്ന അഴിമതികളെല്ലാം ചെയ്യുക എന്നുള്ള ഒരു നാണവും ഇല്ലാത്ത പല മന്ത്രിമാരും ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ മാണിയെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. എന്നാലും ആളുകളുടെ പേരൊക്കെ ഇനി പുറത്തു വരും, അന്നേരം പറയാം. ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പ്രകാശേ, ഇത് ഈ ഗവൺമെന്റ് എങ്ങനെ ഇരിക്കണമെന്ന് ബോധ്യമുള്ള, ഇനിയൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഈ മുന്നണിക്ക് കഴിയുകയില്ലെന്ന് ബോധ്യമുള്ള ആളുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. ഞാൻ ഉമ്മൻചാണ്ടിയോട് ഇത് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി താടിക്ക് കൈയും കൊടുത്തിരുന്നു. അല്ലാതെ ബിജു രമേശ് ഉന്നയിക്കുന്നതിന് 1.25 മാസം മുമ്പാണ് ഞാനിത് ഉന്നയിച്ചത്. ഇത് ആദ്യമായിട്ട് ഉന്നയിച്ചത് ഞാനാ. പക്ഷേ യാതൊരു നടപടിയും നിങ്ങളുടെ പ്രതീക്ഷിക്കണ്ട. വളരെ നന്ദി ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ എ പ്രദീപ് കുമാർ, ശ്രീ എ സജീവൻ, ശ്രീ എ ജോസഫ് എം പുതുശ്ശേരി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.